എക്സ്പോർട്ട് ഡോക്യുമെന്റേഷനിലെ ബിൽ ഓഫ് ലേഡിംഗ് എന്താണെന്ന് നമുക്കിന്ന് വളരെ സിമ്പിളായി മനസ്സിലാക്കാം. ബിൽ ഓഫ് ലേഡിംഗ് ഓർ എയർവേ ബിൽ ഇവ രണ്ടും ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിങ്ങിലും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഉപയോഗിക്കുന്ന അവശ്യരേഖകളാണ്. ബിൽ ഓഫ് ലേഡിംഗ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ അഥവാ കടൽ മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷനിലും അതുപോലെ എയർവേ ബിൽ എയർ ട്രാൻസ്പോർട്ടേഷനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിൽ ഓഫ് ലേഡിങ്ങിന് 3 പ്രധാന ധർമ്മങ്ങളാണുള്ളത്. ഒന്ന് ആസ് എ റെസീറ്റ്, ദെൻ ഷിപ്പിംഗ് കമ്പനി നിങ്ങളുടെ ഗുഡ്സ് കൈപ്പറ്റി എന്നതിനുള്ള ഒരു തെളിവ്, പിന്നെ കോൺട്രാക്ട് ഓഫ് കാരിയേജ് അതായത് ചരക്ക് എവിടെ നിന്ന് എവിടേക്ക് ഏത് വ്യവസ്ഥയിൽ എത്തിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്. പിന്നെ വരുന്നതാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം അതായത് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ. സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള നിയമപരമായ അവകാശം ഈ രേഖ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇറക്കുമതിക്കാരന് അതായത് ഇമ്പോർട്ടർക്ക് ചരക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു ഒറിജിനൽ ബിൽ ഓഫ് ലേഡിംഗ് തീർച്ചയായും ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഡെസ്റ്റിനേഷൻ പോർട്ടിൽ സാധനങ്ങൾ ക്ലെയിം ചെയ്യുന്നതിന് ഈ ഒറിജിനൽ ബിൽ ഓഫ് ലേഡിംഗ് ആവശ്യമാണ്. ഇത് കാർഗോ റിലീസിങ്ങിനുള്ള ഒരു എസെൻഷ്യൽ ഡോക്യുമെൻ്റ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഒരു ബിൽ ഓഫ് ലേഡിങ്ങിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഒന്നാമതായി ഗുഡ്സ് കയറ്റി അയക്കുന്ന ആളുടെ അതായത് കൺസൈനറുടെ വിവരങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. ദെൻ ഇറക്കുമതി ചെയ്യുന്ന ഇമ്പോർട്ടഡ് കൺസൈനിയുടെ വിവരങ്ങളും അതിൽ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് അതിൻ്റെ ഗുഡ്സ് കാരിയർ അതായത് ഷിപ്പിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽസ്. ദെൻ ചരക്ക് കയറ്റിയ തുറമുഖം അതിനെ പോർട്ട് ഓഫ് ലേഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓഫ് ലോഡിംഗ് എന്ന് പറയും. ദെൻ ചരക്ക് ഇറക്കേണ്ട തുറമുഖം പോർട്ട് ഓഫ് ഡിസ്ചാർജ് ഓർ പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ. ദെൻ ഗുഡ്സിൻ്റെ കൃത്യമായ വിവരങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ടുണ്ടാകും. അതിൻ്റെ എണ്ണം, ഭാരം, അളവ്, പിന്നെ വരുന്നത് അതുപോലെ വെസൽ ഡീറ്റെയിൽസ് അതായത് ഷിപ്മെൻറ്റ് നമ്പർ, കണ്ടെയ്നർ നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇൻ്റർനാഷണൽ ട്രേഡിൽ BLന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നിങ്ങളുടെ ഗുഡ്സ് കൈമാറ്റത്തിലെ നിയമപരമായ സുരക്ഷ, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിമുകൾ, ബാങ്കിങ് ഇടപാടുകൾ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പോലുള്ളവ എന്നിവയ്ക്ക് ഈ ഡോക്യുമെൻ്റ് തീർച്ചയായും അത്യന്താപേക്ഷിതമാണ്. ബിൽ ഓഫ് ലേഡിംഗ് ഇല്ലാത്ത ചരക്ക് കൈമാറ്റം പൂർണ്ണമാകില്ല. അപ്പോൾ ബിൽ ഓഫ് ലേഡിംഗ് എന്നത് വെറും ഒരു പേപ്പർ മാത്രമല്ല, നിങ്ങളുടെ ഗുഡ്സിൻ്റെ സുരക്ഷിതത്വത്തിനും ഉടമസ്ഥാവകാശത്തിനും അത്യാവശ്യമായ നിയമപരമായ ഒരു രേഖ തന്നെയാണ്. എയർവേ ബില്ലിലും ഈ വക ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിലും ബിൽ ഓഫ് ലേഡിംഗ് വ്യത്യസ്തമായി ഫൈനൽ ഡെസ്റ്റിനേഷനിലെ അതായത് ലക്ഷ്യസ്ഥാനത്തെ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടർക്ക് സാധനങ്ങൾ ക്ലെയിം ചെയ്യാൻ എയർവേ ബിൽ മാൻഡേറ്ററി അല്ല. ശരിക്കും പറഞ്ഞാൽ എയർവേ ബിൽ എന്ന് പറയുന്നത് എയർ കാർഗോയുടെ ഒരു റെസീറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാർഗോ ട്രാക്ക് ചെയ്യാൻ ഇത് ഉപകരിക്കും. ഇതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.